10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർക്കളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. പ്രാരംഭമായ അല്പസമയം ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവുമായി ബന്ധമുള്ള 3 പ്രധാന ചിന്തകൾ വിവാഹവുമായി ഉള്ള ബന്ധത്തിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു കേന്ദ്രീകൃതമാണ് വിവാഹം എന്നുള്ളത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം സംഭവിച്ചത് ഒരു വിവാഹ വീട്ടിലാണ്. 2, വിവാഹ ജീവിതത്തിൻ്റെ ഭദ്രതയെയും അതിൻ്റെ സുരക്ഷിതത്വത്തെയും കുറിച്ചും യേശു വ്യക്തമാക്കിയത് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ്. 3, ക്രിസ്തുവും തൻ്റെ സഭയുമായുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ ഒരു മെറ്റഫോറിക്കലായുള്ള, അലഗോറിക്കലായുള്ള, ടിപ്പിക്കലായുള്ള ഒരു ചിന്ത കൂടെ ഇതിന് ഭാവികാല സംബന്ധമായി ഉണ്ട്. പ്രധാനപ്പെട്ട 3 ചിന്തകൾ. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ആ കല്യാണ വീട്ടിൽ ഉണ്ടായ ഒരു പോരായ്മ നമുക്ക് നന്നേ അറിയാം. വിളിച്ച വിശിഷ്ട അതിഥികൾക്ക് വിളമ്പാൻ വീഞ്ഞ് അപ്രതീക്ഷിതമായി തീർന്നുപോയ, കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ ആ കുടുംബത്തിൽ അവർ യേശുവിനെ ക്ഷണിച്ചിരുന്നത് കൊണ്ട് ക്രിസ്തു അവരുടെ പോരായ്മകൾ നികത്തി കൊടുത്തു. മോശെ എന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആവർത്തന പുസ്തകം 18:15 ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. അവന്റെ വാക്ക് കേൾക്കാത്ത ഏവനെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. മോശയെ പ്രവചിച്ച എന്നെ പോലെയുള്ള ആ പുരുഷൻ ആരാണ്? വികല വ്യാഖ്യാനങ്ങൾ ആരും മെനഞ്ഞുണ്ടാക്കേണ്ടതില്ല. ബൈബിളിലെ വാക്യത്തെ വാക്യം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണമെന്നാണ് വ്യാഖ്യാന ശാസ്ത്രം പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:32, 7:22 ആ പ്രവാചകൻ ഇവൻ തന്നെ, ക്രിസ്തു തന്നെ. അനിഷേധ്യമായ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മോശെ മിസ്രൈമിൽ വെച്ച് 10 അത്ഭുതങ്ങൾ ചെയ്യുകയുണ്ടായി. മോശയുടെ ആദ്യത്തെ അത്ഭുതം പുറപ്പാട് പുസ്തകം 7:19 അന്ന് മിസ്രൈമിലെ എല്ലാ കൽപാത്രങ്ങളിലും, മരപാത്രങ്ങളിലും, ആറുകളിലും, തോടുകളിലുമുള്ള വെള്ളമെല്ലാം രക്തമായി മാറി. മോശയുടെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളത്തെ രക്തമാക്കി മാറ്റി എന്നുള്ളതാണ്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കൽപാത്രത്തിലെ വെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി മാറ്റി എന്നുള്ളതാണ്. മോശയേക്കാൾ മികച്ച പ്രവാചകനായ, ഏത് പ്രശ്നങ്ങളും കുറവുകളും പരിഹരിച്ചു തരാൻ പ്രാപ്തനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ക്ഷണിക്കുമെങ്കിൽ ജീവിതത്തിലെ പോരായ്മകളും പരാധീനതകളും പരിഹരിച്ചു തരാൻ ഈ കർത്താവ് വിശ്വസ്തനാണ്. പടമല്ല യഥാർത്ഥ ജീവിതം. അഭിനയ ലോകത്തിലെ നാം കാണുന്ന കഥാപാത്രങ്ങളല്ല പരുക്കൻ ജീവിതത്തിലെ വ്യക്തിത്വങ്ങൾ എന്നുള്ളത്. അഭിനയ ലോകത്തിൽ വന്ന് പുഞ്ചിരിച്ച് കുറെ നാട്യങ്ങൾ നടത്തിയിട്ട് അവർ തിരിച്ചു പോവുകയാണ്. എന്നാൽ പച്ചയായ ജീവിതത്തിൽ പലപ്പോഴും പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഏത് പ്രശ്നത്തെയും സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത പോരായ്മകളും പരാധീനതകളും പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള പരിഹാര മാർഗവും തിരുവെഴുത്ത് നിർദ്ദേശിക്കുന്നു. യേശുവിനെ ആ കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശു അവരുടെ പ്രശ്നം പരിഹരിച്ചു നൽകിയാണ്. വിവാഹ ജീവിതത്തിന്റെ കുറിച്ചുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ 2ാമത്തെ ചിന്ത മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്.
ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരു സന്ദർഭം. അതിന് യേശു പറഞ്ഞ മറുപടി, നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്തു വായിച്ചിട്ടില്ലേ? സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി തീരും എന്നും വായിച്ചിട്ടില്ലേ? ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. വായിച്ചിട്ടില്ലേ എന്ന് പുതിയ നിയമത്തിൽ യേശു ഉദ്ധരിക്കുന്ന ആ വേദഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണമാണ്. ലോകത്തിൽ മനുഷ്യജാതി ഉണ്ടായത് പരിണാമത്തിന്റെ അവസാന കണ്ണിയായിട്ടല്ല, ദൈവത്തിന്റെ സൃഷ്ടിപ്പായിട്ടാണ്. അതിന്റെ ഏറ്റവും നല്ല തെളിവ്, ഉദാഹരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രസ്താവനയിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എവിടെ വായിച്ചിട്ടില്ലേ? എന്തു വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? രണ്ട് ചിന്തകൾ ഞാൻ അവിടെ പറയാം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? യേശുവിനെ ക്ഷണിക്കണം. രണ്ട്, തിരുവെഴുത്ത് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ കിട്ടുന്ന എല്ലാ സാഹിത്യകൃതികളും വായിക്കാൻ കൊള്ളില്ല. എന്നാൽ ഏതു മനുഷ്യനും ഏതു വേളയിലും വായിക്കാൻ കൊള്ളാവുന്നത് തിരുവെഴുത്ത് മാത്രമാണ്. ബൈബിൾ നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റും. പാപം നിങ്ങളെ ബൈബിളിൽ നിന്ന് അകറ്റും. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുള്ള, ഏറ്റവും അധികം പ്രചാരങ്ങളുള്ള, ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിയപ്പെടുന്ന, ഒരുപാട് തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കാൻ പര്യാപ്തമായ തിരുവെഴുത്ത് വായിക്കുന്നവൻ ഒരിക്കലും നിരാലംബനല്ല. അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ യേശുക്രിസ്തു പറഞ്ഞ ആ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്ത് വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിലെ ആ സൃഷ്ടി വിവരം നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നാണ്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. ദൈവം ആ സൃഷ്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠകരമായ ചില ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ ആകാശഭൂമിയെയും അതിലുള്ള സകല വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ സൃഷ്ടിച്ചത്. ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പ് നടത്തിയിട്ട് അവസാനം ദൈവം ഇങ്ങനെ പറയുമായിരുന്നു, നല്ലത് എന്ന് കണ്ടു. 1-ാം ദിവസം ദൈവം അത് പറഞ്ഞു, 2-ാം ദിവസം അത് പറയുകയാണ്, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം അത് പറഞ്ഞു. 6-ാമത്തെ ദിവസത്തിൽ വന്നപ്പോ ദൈവം പറഞ്ഞു, ഇത് നല്ലതല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവിടെയും നിങ്ങൾ നോക്കൂ, നന്നല്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവതരിപ്പിച്ച് അവസാനിക്കാതെ ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാണ്. ദൈവം പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണെ ഉണ്ടാക്കി കൊടുക്കും. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ടു ബി അലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പ്രശ്നം മാത്രമല്ല, അതിന്റെ പരിഹാരം, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ ലൈഫ് മേറ്റ്. സ്യൂട്ടബിൾ, അനുയോജ്യമായ ഒരു പങ്കാളിയെ ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ ഏകാന്തത മാറണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു പുരോഗമനപരമായ ചിന്ത നാം വായിക്കുന്നു. 4:8 ഏകാകിക്ക് ആരും ഇല്ല. 4:9 ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. 4:12 മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല. ഏകാകിക്ക് ആരുമില്ല. മനുഷ്യൻ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടുന്നവനാണ്. അവന്റെ ദുരിതങ്ങളും ഭാരങ്ങളും ഒന്ന് ഇറക്കി വെക്കാൻ, ഒന്ന് പങ്കുവയ്ക്കാൻ വിശ്വസ്തനായ ഒരു മനുഷ്യനെ, സ്നേഹിതനെ ആളുകൾ തേടി നടക്കുകയാണ്. ചിരിക്കുന്ന പല്ലുകളോടെ നമ്മൾ പലപ്പോഴും ആളുകളെ വഴിത്താരയിൽ കണ്ടുമുട്ടാറുണ്ടെങ്കിലും പലരുടെയും ഉള്ളം ഉമിത്തി പോലെ നീറുകയാണ്, ഭാരമൊന്ന് ഇറക്കി വെക്കാൻ കഴിയാതെ. മനുഷ്യന്റെ ഏകാന്തത മാറ്റാൻ ദൈവം വിഭാവനം ചെയ്തതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവം അവരെ യോജിപ്പിച്ചത്? സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ യോജിപ്പിച്ചു. എന്തിനാണ് ദൈവം യോജിപ്പിച്ചത്? പ്രധാനപ്പെട്ട 2-3 ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. ഒന്ന്, അവന്റെ ഏകാന്തത മാറണം. ഇതേക്കുറിച്ച് മലാക്കി പ്രവചനം 2
14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ നിന്റെ ധർമ്മപത്നിയും കൂട്ടാളിയുമല്ലയോ? അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഷീ ഈസ് ദൈ കമ്പാനിയൻ ആൻഡ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ് എന്നാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള 3 പദങ്ങൾ സി എന്ന അക്ഷരത്തിൽ തുടങ്ങുകയാണ്. ഒന്ന് കമ്പാനിയൻ എന്നുള്ളത്. എന്താ കമ്പാനിയൻ എന്നുള്ളത്? കൂടെ നടക്കുന്നയാള്, ഒപ്പം പങ്കാളിയായിട്ടുള്ളയാള്, ജീവിതത്തിൽ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ആള്. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? അല്ലേ? സംസാരിക്കാൻ, in order to walk with and talk with, സംസാരിക്കാനും നടക്കാനും കൂടെ നടക്കാനും ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. കമ്പാനിയൻഷിപ്പാണ്. മറ്റൊന്ന് കവനന്റ് എന്നുള്ള പദമാണ്. ഷീ ഈസ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ്. കവനന്റ് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ബട്ട് ഇറ്റ് ഇസ് എ കവനന്റ്. കോൺട്രാക്ട് എന്ന് പറയുന്നത് കെട്ടിടമൊക്കെ നമ്മൾ പണിയാൻ നേരത്ത് കോൺട്രാക്ട് കൊടുക്കാറുണ്ട്. ഇത്ര ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ഇന്ന തടി ഉപയോഗിക്കണം, ഇന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. വ്യവസ്ഥകൾ തെറ്റിച്ചാൽ അതിൽ നിന്ന് മാറാം. പക്ഷെ ഇത് കോൺട്രാക്ട് അല്ല, ഇത് കവനന്റ് ആണ്, ഇത് ഉടമ്പടിയാണ്. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ ജീവിതത്തിന്റെ അന്ത്യം വരെ പാലിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു സത്യപ്രതിജ്ഞയാണ്, ഉടമ്പടിയാണ്, കവനന്റ് ആണ്. ഇത് ഇസ് നോട്ട് എ ലോ, ഇതൊരു നിയമമല്ല, അതിനെയും അപ്പുറത്തുള്ള ഒരു കവനന്റ് ആണ്. അത് തുടച്ചു നീക്കാൻ, ഉടച്ചു വാർക്കാൻ, ഭേദഗതി വരുത്താൻ മനുഷ്യനാവാതവണ്ണം സുദൃഢമായുള്ള ഒരു ഉടമ്പടിയാണ്. 3 കമ്മ്യൂണിയൻ എന്നുള്ളതാണ് കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. ഫെലോഷിപ്പ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. കൊയിനോനിയ എന്ന ഗ്രീക്ക് വാക്കാണ്. ഫെലോസ് ആർ ഇൻ വൺ ഷിപ്പ്, 2 ഫെലോസ് ആർ ഇൻ വൺ ഷിപ്പ്, ദാറ്റ്സ് ദ ഫെലോഷിപ്പ്. ഫെലോഷിപ്പ്, കൂട്ടായ്മ വേണം കേട്ടോ. എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവനൊരു കൂട്ടായ്മ വേണം. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സാമീപ്യം കൊതിക്കുന്നുണ്ട്, ഒരു സ്ത്രീ ഒരു പുരുഷന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇരുവരും ഒന്നായി മാറുകയാണ്. ദൈവം യോജിപ്പിച്ചു. എന്തിനാ യോജിപ്പിച്ചത്? 1, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏകാന്തത മാറ്റാൻ. 2, വംശവർദ്ധനവിന് വേണ്ടിയാ. ഏദനിൽ പാർക്കാൻ ദൈവം മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യനെ ദൈവം ചെളി കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ എല്ലാ കാലത്തും ദൈവത്തിന്റെ കയ്യിൽ ചെളി പുരട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ദൈവം ആ വലിയ അനുഗ്രഹ ലബ്ധി മനുഷ്യനിൽ ദൈവം നിക്ഷിപ്തമാക്കി നിലനിർത്തി. അവർ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും പെരുകി നിറഞ്ഞ് അതിനെ അടക്കി വാഴാനുള്ള അനുഗ്രഹം നിഷ്കന്മക്ഷ യുഗത്തിൽ ദൈവം മനുഷ്യനിൽ നിക്ഷിപ്തമാക്കുകയാണ്. വംശവർദ്ധനവിന് വേണ്ടി, ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി, കുടുംബമായി ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ വേണ്ടി ദൈവം കുടുംബജീവിതത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ്. 3, നല്ല മാതാപിതാക്കളായി മാതൃകയോടെ കുഞ്ഞുങ്ങളുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ പരിലസിക്കാനാണ്. തകർന്നു പോകുന്ന ആളുകളെ കുറിച്ച് പറയാനല്ല, വിജയിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ബൈബിൾ നിങ്ങളുടെ നിത്യപാരായണ ഗ്രന്ഥമായി മാറിയാൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവം യോജിപ്പിക്കുന്നു. എങ്ങനെയാ യോജിപ്പിക്കുന്നത്? ഇത് വസ്തുക്കളല്ല. വസ്തുക്കളായിരുന്നെങ്കിൽ കൂട്ടിക്കെട്ടാമായിരുന്നു. പ്രാചീനമായ പല വിവാഹങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പരമ്പിന്റെ 2 വശത്തുനിന്ന് തുരുട്ടിക്കൊണ്ടുവരും, ചെറുക്കനെയും പെണ്ണിനെയും കിടത്തി ചുരുട്ടിക്കൊണ്ടുവരും. യോജിക്കുമെങ്കിൽ ഇവരുടെ മുഖം ചേർന്ന് വരും, യോജിക്കത്തില്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. നീറ് നിറഞ്ഞ, കട്ടുറുമ്പ് നിറഞ്ഞ കുടത്തിലേക്ക് ചെറുക്കന്റെ കൈയിടും. അവനെ ഉറുമ്പ് കടിക്കുമ്പോഴും ഇവൻ ചിരിച്ചോണ്ട് നിൽക്കുന്നെങ്കിൽ ഇവൻ കല്യാണം കഴിക്കാൻ പ്രാപ്തനാണെന്ന് നിർണയിക്കുക. സഹോദരങ്ങളെ, ഇങ്ങനത്തെ പ്രാകൃതമായ ആചാരങ്ങളല്ല ഇവരെ കൂട്ടിൽ ബന്ധിപ്പിക്കുന്നത്. കേവലം ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ടല്ല, വ്യക്തികളെ കൊണ്ടാ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടിനെ ഭരിക്കാനുള്ള നാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളൊക്കെ ആ സ്ഥാനത്തേക്ക് വരുന്ന എങ്ങനെയാണ്? ഒരു
പ്രതിജ്ഞയിലൂടെയല്ലേ MLA-മാരെ തെരഞ്ഞെടുക്കട്ടെ, MP-മാരെ തെരഞ്ഞെടുക്കട്ടെ, ചീഫ് മിനിസ്റ്റർ ആവട്ടെ, പ്രൈം മിനിസ്റ്റർ ആവട്ടെ, മറ്റേത് ക്യാബിനറ്റ് മന്ത്രിമാരാവട്ടെ, അവരെല്ലാം ആ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു സത്യപ്രതിജ്ഞയിലൂടെയല്ലേ, ഒരു വാഗ്ദാനത്തിലൂടെയല്ലേ. ഇന്ന് പകലിൽ കുടുംബ ജീവിതമെന്ന ഏറ്റവും പരിപാവനതയുള്ള ഈ ബന്ധത്തിലേക്ക്, ഈ തലത്തിലേക്ക്, ഈ നിലയിലേക്ക് ഇവർ മാറാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യക്ഷമായ ഒരു വസ്തുവിന്റെ അടിസ്ഥാനത്തിലല്ല, നിത്യനായ ദൈവത്തിന്റെ മുമ്പാകെ അവർ എടുക്കുന്ന ആ വ്രതത്തിന്റെ, വാഗ്ദാനത്തിന്റെ, സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ഇവർ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. രണ്ട് ശരീരമായിരിക്കും, പക്ഷെ ഒന്നാകുന്നു എന്ന് പറയുന്നത് ഇവർ ജീവിതത്തിൽ ഒന്നായി മാറാൻ പോവുകയാണ്. തീരുമാനത്തിൽ, അഭീഷ്ടങ്ങളിൽ, അഭിലാഷങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ എല്ലാം ഇവർ ഒന്നായി തീരാൻ തുടങ്ങുകയാണ്. ഒരു ചെറിയ മാത്തമാറ്റിക്സ് ആണ് അത്. ഒന്നും ഒന്നും രണ്ടാ നമുക്കൊക്കെ അറിയാം, പക്ഷേ ഒന്നായി മാറുന്ന ഒരു ചെറിയ മാത്തമാറ്റിക്സ് ഉണ്ട് സഹോദരങ്ങളെ. ഗണിതശാസ്ത്രത്തിൽ ഗണനീയനായ പൈതഗോറസ് പഠിച്ചു വളരുന്ന പ്രായം. സാർ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു ഒന്നും ഒന്നും രണ്ടെന്ന്. കുശൃതിക്കുട്ടനായ ചെറുക്കൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അല്ല സാറേ, ഒന്നും ഒന്നും ഒന്നാ. സാറിനെ പരസ്യമായിട്ട് അവഹേളിച്ചപ്പോ അവനെ എഴുന്നേപ്പിച്ച് നിർത്തി അവനൊരു അടി കൊടുത്തു. തൊടയ്ക്കടി കൊണ്ട് കരയുമ്പോഴും അവൻ പറഞ്ഞ തത്വം അവൻ തെളിയിച്ചു. അല്ല സാറേ, ഒന്നും ഒന്നും ഒന്ന് തന്നെയാ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സാറേ രണ്ട് കൈവരിയായി രണ്ട് ചെറു തോടുകൾ ഒഴുകി വരുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുക്ക വരുമ്പം അതൊന്നിച്ച് ചേരുന്നു, പിന്നെ അത് ഒന്നായിട്ടാ ഒഴുകുന്നത്. രണ്ട് വശത്തു നിന്ന് ഒഴുകി വരുമ്പോ അത് ഒന്നേ ഒന്നേ എന്ന് പറയാം, പക്ഷെ യോജിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഒന്നായിട്ടാ ഒഴുകുന്നത്. നിങ്ങൾ ബൈബിളിലെ വചനം നോക്കുക. 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചാവിക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അല്ലെ, സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്നവൾ മുന്നോട്ട് വരുന്നു. പുരുഷനെ കുറിച്ച് വായിക്കുകയാണ്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക. രണ്ട് ധ്രുവങ്ങളിൽ, രണ്ട് സംസ്കാരങ്ങളിൽ, രണ്ട് മാതാപിതാക്കളിൽ ജനിച്ചു വളർന്ന അവർ ഇവിടെ വന്ന് ഒന്നായി തീരുകയാണ്. മേലാൽ അവർ രണ്ടല്ല ഒന്നത്രേ എന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് വരിക. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൽ ഓരോ ദിവസവും അവസാനം ദൈവം പറയുമായിരുന്നു, നല്ലത് എന്ന് കണ്ടു. 6-ാമത്തെ ദിവസം ദൈവം പറഞ്ഞു, എന്താ? ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ടു ബി അലോൺ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് ദൈവം പരിഹാരം ഒരുക്കി. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 31-ാം ഒരു പ്രത്യേക പദമുണ്ട്. ബാക്കിയുള്ള എല്ലാറ്റിനെയും കുറിച്ച് നല്ലതേ എന്ന് കണ്ടു, നല്ലതേ എന്ന് കണ്ടു എന്നാണ്. 6-ാം ദിവസം നന്നല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം ഒരുക്കിയിട്ട് നല്ലതേ എന്ന് കണ്ടു എന്നല്ല, വളരെ നല്ലത് എന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ലത് എന്ന് കണ്ടു. അതെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, വളരെ നന്ന്. എന്താണ്? അവർ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതത്തിന്റെ വിജയത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പ്രാർത്ഥിക്കുക കൂടെ വേണം എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് 1 പത്രോസ് 3-7 സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ വീണ്ടും ചേർന്നിരിപ്പീൻ എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുകയാണ്. സാധാരണ പറയാറുള്ള ഒരു ചൊല്ലാണ്, ദ ഫാമിലി പ്രൈസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിങ്ങളാൽ നിലനിൽക്കുക തന്നെ ചെയ്യും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. യെഹെസ്കേൽ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ചെടികളിൽ മുന്തിരിവള്ളിയായ നിനക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ? വല്ല പണിക്കും കൊള്ളിക്കാൻ അതിൽ നിന്ന് ഒരു മരം എടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരു ആണി ഉണ്ടാക്കാമോ? നല്ലതാ, പക്ഷേ ബലഹീനയാണ് എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ബലഹീനയായ സ്ത്രീക്ക് ഒരു ബലവാനായ പുരുഷന്റെ ഒരു കൈത്താങ്ങൽ ആവശ്യമുണ്ട്, ഒരു ആശ്വാസം ആവശ്യമുണ്ട്, ഒരു പ്രോത്സാഹനം ആവശ്യമുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃതമായ 3-ാമത്തെ ചിന്ത എന്നുള്ളത്, ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പൊരുൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും തന്റെ വിശുദ്ധ സഭയുമായുള്ള ബന്ധമാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പങ്കുവയ്ക്കുന്ന ഒരു വാക്യം
2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ എരിവോട് എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഹലോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ ഏഞ്ചലോസിന്റെയും അക്സയുടെയും വിവാഹ നിശ്ചയം ചില ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു അല്ലെ. ഇന്നിവിടെ പേര് വിളിച്ചപ്പോ വേറെ ആരും ഇങ്ങോട്ട് കയറി വന്നില്ല, നിശ്ചയം കഴിഞ്ഞവർ മാത്രമേ കയറി വന്നുള്ളൂ. സഹോദരങ്ങളെ, ഈ എങ്ങനെയാണ് ഈ നിശ്ചയത്തിലൂടെയാണ് ഈ മണവാട്ടിക്ക് ഒരു മണവാളനെ കിട്ടുന്നത്, ഒരു മണവാളന് ഒരു മണവാട്ടിയെ കിട്ടുന്നത്? ഈ സാദൃശ്യമാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. ഈ മർമ്മം വലിയത്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ, ഈ സഹോദരി അക്സ, അവൾ ജീവിതത്തിൽ പൂർണ്ണ മനസ്സോടെ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ പുരുഷനോടുകൂടെ ജീവിച്ചു കൊള്ളാമെന്ന് അവൾ ഒരു തീരുമാനമെടുത്തു. ഒരു നിശ്ചയത്തിൽ, ഒരു കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് എൻഗേജ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബൈബിളിൽ അതിനുപയോഗിച്ചിരിക്കുന്ന പദം ബെട്രോത്തൽ എന്നാണ്. അൺബ്രേക്കബിൾ പ്രോമിസ് എന്നുള്ളതാണ്. മുറിച്ചു മാറ്റാനാവാത്ത ഒരു വാഗ്ദാനമാണ് വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്. വിവാഹ നിശ്ചയത്തിലൂടെ ഈ സ്ത്രീ ഈ പുരുഷന്റെ ഭാര്യയായി മാറുന്നു. അതിനുള്ള ഒരു കവാടത്തിലേക്ക്, അതിനുള്ള ഒരു ആരംഭത്തിലേക്ക് ചുവട്ടുപടി വയ്ക്കുന്നു. സ്നേഹിതരെ, ഇതുപോലെ ആത്മമണവാളനായ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറാൻ നിങ്ങൾക്കും ഒരവസരമുണ്ട്. ഒരു നിശ്ചയത്തിന് നിങ്ങൾ തയ്യാറായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരു ഉറപ്പോടുകൂടിയ ഉടമ്പടിക്ക് നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. ഒരു തീരുമാനമെടുത്താൽ മതി. ലോകം വേണ്ട, ലോകത്തെ വേണ്ട, പരലോകം ഞാൻ പ്രതീക്ഷിക്കുന്നു, കാക്ഷിക്കുന്നു. അവിടേക്ക് പോകാൻ എനിക്ക് കൊതിയുണ്ട്. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്താൻ നാം താല്പര്യപ്പെടുകയാണ്. അങ്ങേ ലോകത്ത് പോകാൻ ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ആ ഒരുക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് പരമപ്രധാനമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ക്രിസ്തുവുമായി നാം ഒരു നിശ്ചയത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ ഈ പുരുഷനുമായി ജീവിച്ചു കൊള്ളാമെന്ന് ഒരു നിശ്ചയം ചെയ്തതുപോലെ നിങ്ങൾക്കും യേശു ക്രിസ്തുവുമായി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു നിശ്ചയം ചെയ്യാൻ കഴിയും. സ്നേഹിതരെ, ഈ പരസ്യമായ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവൻ അവസാനിക്കുന്നതിന് മുമ്പ്, യേശുവേ എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങേ വേണം, എന്നെ സ്വീകരിക്കണമേ എന്ന് ഉള്ളു തുറന്നൊരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കൈക്കൊള്ളാതെ നിങ്ങളെ കൈവിടാതെ സ്വീകരിപ്പാൻ, മനസ്സോടെ സ്വീകരിപ്പാൻ, തങ്ങളോട് ചേർത്ത് ആശ്ലേഷിപ്പാൻ കരുണയുള്ള കർത്താവ് ഇന്ന് പകലിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനോട് ഒരു ഉടമ്പടി ചെയ്യാൻ ഇന്ന് പകലിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. മാരേജ് നോട്ടീസ് നേരത്തെ ഇവിടെ വായിച്ചതാണ്. 3 പ്രാവശ്യം പ്രാദേശിക സഭയിൽ പരസ്യമായി വായിച്ചിട്ടുള്ളതാണ്. നാളിതുവരെയും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ തടസ്സമൊന്നും ആരും മതിയായ തെളിവ് സഹിതം ഉന്നയിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇതൊരു ഔപചാരികമായ ശുശ്രൂഷ എന്നതിനാൽ ഞാൻ പരസ്യമായി ഏവരോടുമായി ചോദിക്കുന്നു, ഇന്നേ ദിവസം ഈ പുരുഷനെയും ഈ സ്ത്രീയെയും തമ്മിൽ വിശുദ്ധ വിവാഹത്താൽ സംയോജിക്കപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ന്യായമായ തെളിവുകൾ സഹിതം അറിയിക്കാനുണ്ടെങ്കിൽ പൊതുസഭയ്ക്ക് ഇപ്പോഴെങ്കിലും അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്നെന്ന പോലെ നിങ്ങളേവരും മൗനമായി ഇരുന്നു കൊള്ളേണ്ടതും ആകുന്നു. നിങ്ങളുടെ മൗനം സമ്മതം എന്ന് കരുതി ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ വില്ലേജിൽ ആവോലി പഞ്ചായത്തിൽ വാഴക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ താണുകുന്നേൽ വീട്ടിൽ ശ്രീമാൻ പാസ്റ്റർ ജോസഫ് ടി ഡിയുടെയും ശ്രീമതി ഏലിയ മക്കേസിയുടെയും മകൻ 30 വയസ്സുള്ള ഏഞ്ചലോസ് ജോസഫ്
Would you stand up, please? ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തഴക്കര വില്ലേജിൽ തഴക്കര പഞ്ചായത്തിൽ വെട്ടിയാർ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ കൃപാസദനം വീട്ടിൽ ശ്രീമാൻ രാധാകൃഷ്ണന്റെയും ശ്രീമതി രാജമ്മയുടെയും മകൾ 27 വയസ്സുള്ള അക്സ രാധാകൃഷ്ണനും. Would you stand up, please? തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തിനായി നാം ഒരുങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് ഇരുവരോടുമായി ചോദിക്കുന്നു, സകല രഹസ്യങ്ങളും വെളിവാക്കുന്ന ദൈവത്തിന്റെ നീതിയുള്ള സിംഹാസനത്തിന് മുമ്പാകെ നിങ്ങൾ ഇരുവരും ഒരു ദിവസം നിൽക്കേണ്ടുന്നവരും നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരുമാകിയാൽ ഇന്നേ ദിവസം ഈ പരിപാവനമായ ബാന്ധവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിഘാതമായി, തടസ്സമായി മനസാക്ഷിയിൽ ആക്ഷേപമുള്ള എന്തെങ്കിലും പാപങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അവ കർത്താവായ യേശുവിനോട് ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ള അവസാനത്തെ അവസരമാണ് ഇത്. ഒരു നിമിഷം നിങ്ങൾ ഇരുവരും കണ്ണുകളടച്ച് എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തോട് നിങ്ങളുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചാലും. ഞാൻ സഹോദരൻ ഏഞ്ചലോസ് ജോസഫിനോട് ചോദിക്കുന്നു, നിന്റെ വലതുവശത്ത് ഏറ്റവും സമീപേ നിൽക്കുന്ന അക്സ രാധാകൃഷ്ണൻ എന്ന ഈ യുവതിയെ ഇന്നു മുതൽ നിന്റെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് സമ്മതമാണോ? നിങ്ങൾ ഇരുവരുടെയും ജീവിതകാലത്ത് മറ്റെല്ലാവരെക്കാൾ ഉപരിയായി ഇവളെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി ഒരു ഉത്തമനായ ഭർത്താവിന്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിക്കുവാൻ നിനക്ക് പരിപൂർണമായ സമ്മതം ആണോ? താങ്ക് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അക്സ, ഞാൻ അക്സയോട് ചോദിക്കുന്നു, നിന്റെ ഇടതുവശത്ത് നിന്റെ ഏറ്റവും സമീപം നിൽക്കുന്ന ഏഞ്ചലോസ് ജോസഫ് എന്ന ഈ യുവാവിനെ നിന്റെ സ്വന്തം ഭർത്താവായി സ്വീകരിക്കുവാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. നിങ്ങൾ ഇരുവരുടെയും ജീവിതകാലത്ത് മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സാഹചര്യത്തിലും ഇവനോട് മാത്രം ചേർന്നിരുന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമയായ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിച്ചു കൊടുക്കുവാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. ഇവരുടെ സമ്മതം പരസ്യമായി നമ്മെ അറിയിച്ചിരിക്കാൻ ഈ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ നിമിഷം സദസ്യർ ദയവായി ഈ ശുശ്രൂഷയോടുള്ള ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിൽക്കണം. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരും എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇനി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടിക്കാനാവിൽ മാണി പന്തൽ പണ്ടലങ്കരിച്ചു, നിന്നടിക്കാനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു. അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന പോലി നേരം വന്നു, അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന പോലി നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് പ്രധാനപ്പെട്ട കാർമ്മിക ശുശ്രൂഷകളെല്ലാം നടക്കുന്ന വേളയിൽ ദൈവജനം സ്തുതിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ഹൗമാരെ തമ്മിൽ യോജിപ്പിച്ച് സർവശക്തനായ ദൈവത്തിന്റെ തൃക്കരത്താൽ നിങ്ങൾ സംയോജിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ ദൈവത്തിന് തോന്നി ഏകാകിയുടെ കുടുംബത്തിൽ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവം സഹോദരൻ ഏഞ്ചലിനെയും സഹോദരി അക്സയെയും ഇന്നേ ദിവസം വിവാഹ ബന്ധത്തിലൂടെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിന്റെ സകലവിധ കടാക്ഷവും ഇവരുടെ മേൽ ധാരാളമായി ചൊരിയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഏഞ്ചലോസ് അക്സയുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്ന പ്രതിജ്ഞാവാചകം അവളോട് എന്ന നിലയിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടതാണ്. ഏഞ്ചലോസ് ജോസഫ് ആകുന്ന ഞാൻ, ഏഞ്ചലോസ് ജോസഫ് ആകുന്ന ഞാൻ, അക്സ രാധാകൃഷ്ണനാകുന്ന നിന്നെ, അക്സ രാധാകൃഷ്ണൻ ആകുന്ന നിന്നെ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്ന ആൾ വരെ, വേർപിരിക്കുന്നവരെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും നിന്നോട് മാത്രം ചേർന്നിരുന്നു കൊണ്ട് നിന്നെ സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് പരിപോഷിപ്പിച്ച് പോറ്റിപ്പുലർത്തി ഉത്തമനായ ഒരു ഭർത്താവിന്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് ദൈവസഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ത്രിയേക ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ഉറപ്പായി വാഗ്ദാനം ചെയ്യുന്നു. കർത്താവും കർത്താവിന്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷികൾ. പ്രൈസ് ദി ലോർഡ്. മുളവിന്റെ മുഖത്ത് നോക്കി പറയാം. അക്സ രാധാകൃഷ്ണനാകുന്ന ഞാൻ, ഏഞ്ചലോസ് ജോസഫ് ആകുന്ന അങ്ങേ, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നമ്മളുടെ ഇരുവരുടെയും ജീവിതകാലത്ത് മരണം നമ്മെ വേർപിരിക്കുന്ന ആൾ വരെ, ജീവിതത്തിലുണ്ടാകുന്ന ഏത് സന്ദർഭത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, ജീവിതത്തിന്റെ ഏത് പരിസ്ഥിതികളിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്നു കൊണ്ട് അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് ഭയപ്പെട്ട് കീഴ്പ്പെട്ട് ഒരു ഉത്തമയായ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് ഈ പൊതുസഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ത്രിയേക ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് ഉറപ്പായി വാഗ്ദാനം ചെയ്യുന്നു. കർത്താവും കർത്താവിന്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷികൾ. ഹല്ലേലൂയ. സാക്ഷി നിൽക്കും നെന്മാനമേ, സ്വർഗസ്ഥനി ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ചതാൽ, ദൈവം സംയോജിപ്പിച്ചതാൽ. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്നേ ദിവസം സഹോദരൻ ഏഞ്ചലോസിനെയും സഹോദരി അക്സയെയും കുടുംബജീവിതത്തിലൂടെ ഒന്നാക്കി തീർത്ത അവിടുത്തെ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഉത്തമനായ ഭർത്താവിന്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിപ്പാൻ ദൈവം ഈ യൗവനക്കാരനെ ബലപ്പെടുത്തണമേ. അവന്റെ കുടുംബത്തിന്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് ഒരനുഗ്രഹമാകുന്നതോടൊപ്പം ആമേൻ പ്രിയ അക്സയ്ക്ക് അവനൊരു അത്താണിയായിരിക്കാൻ, വിശ്രാമമായിരിക്കാൻ, ആശ്വാസമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ഉത്തമനായ ഒരു ഭർത്താവിന്റെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിപ്പാൻ ദൈവനെ സകല നിലയിലും ബൗദ്ധികമായി, ധാർമ്മികമായി,
ശാരീരികമായി, മാനസികമായി, ആധ്യാത്മികമായി ദൈവനെ സമാദരിക്കേണ്ടതിനായി അവിടുത്തെ ദാസനായ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവന് വേണ്ടി ദൈവമുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ സകല കരുണാ കടാക്ഷവും ധാരാളമായി അവന്റെ മേലൊരു മാരി പോലെ ചൊരിയേണ്ടതിനായി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഈ സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവളുടെ അമ്മയുടെ ഉദരം മുതൽ നാളിതുവരെയും ദൈവളെ നടത്തി നല്ല വിദ്യാഭ്യാസം നൽകി സമയമായപ്പോൾ അവൾക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം ദൈവം ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവളുടെ മാതാപിതാക്കളെ വിട്ട് എല്ലാ സാഹചര്യങ്ങളെയും വിട്ട് ആമേൻ ഈ സഹോദരനെ വിശ്വസിച്ച് നമ്പി അവന്റെ അടുക്കിലേക്ക്, കുടുംബത്തിലേക്ക് അവൾ വന്നു കയറുകയാണ്. ദൈവമേ, അവൾ മുഖാന്തരം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇരു കുടുംബങ്ങൾക്കും അവൾ ഒരു ആശ്വാസമായി തീരട്ടെ. ദൈവരാജ്യത്തിന് അവൾ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. പ്രാദേശിക സഭയ്ക്ക് അവൾ ഒരു അനുഗ്രഹമായി മാറട്ടെ. അതിലെല്ലാം ഉപരി ഏഞ്ചലോസിന് അവൾ ഒരു ഉത്തമയായ ഭാര്യയായിരിക്കാൻ, വിശ്വസ്തയായിരിക്കാൻ, വിശുദ്ധയായിരിക്കാൻ, ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും പൊരുത്തപ്പെട്ടു പോകാൻ ആവശ്യമായ എല്ലാവിധ നിറവുകളും നിയോഗങ്ങളും വാഴ്വുകളും സ്വർഗം ധാരാളമായി അവളുടെ മേൽ പെയ്തിറക്കേണ്ടതിനായി, അമിതമായി ചൊരിഞ്ഞു നൽകേണ്ടതിനായി തിരുസന്നിധിയിൽ ആശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അതിനായി അവളെ നിയോഗിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കിയാൽ വീണ്ടും സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും ഭദ്രതയും കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ച തിരുവചന ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വേദഭാഗം നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ ഇപ്പോൾ പരസ്യമായി വായിച്ചു കേൾപ്പിക്കുന്നതാണ്. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഇവിടുത്തെ ഏത് അധികാരങ്ങൾക്കും പരിമിതികളുണ്ട്. പക്ഷേ ഒരു പരിമിതിയുമില്ലാത്ത സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും സിദ്ധിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. ആകയാൽ അവർ മേലെ രണ്ടല്ല ഒന്നത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. യേശു ക്രിസ്തുവിന്റെ ആ തിരുവചനം ഞാൻ 3 പ്രാവശ്യം ഇവിടെ പറയുന്നതാണ്. ആ സമയം സദസ്യർ ഒന്നിച്ച് ആമേൻ എന്ന് പറഞ്ഞ് അതിനെ ഉറപ്പാക്കേണ്ടതാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. സഹോദരൻ ഏഞ്ചലോസ്, നിന്നെ മാത്രം നമ്പി അവൾ ഇതുവരെ ജീവിച്ച സകല ജീവിത സാഹചര്യങ്ങളെയും വിട്ട് നിന്റെ ജീവിതത്തിലേക്ക് അവൻ വന്നിരിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നീ അവൾക്ക് ഒരത്താണിയായിരിക്കണം, ഒരാശ്വാസമായിരിക്കണം. സഹോദരി, നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് കൂടെ മാത്രം ജീവിക്കാൻ ഈ പുരുഷൻ ഇന്നേ ദിവസം തീരുമാനമെടുത്തിരിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അവനോട് വിശ്വസ്തനായിരിക്കാൻ, അവനെ സ്നേഹിച്ച് അനുസരിച്ച് ഒരു ഉത്തമയായ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിക്കാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം നിങ്ങൾ എടുത്ത ഈ വ്രതത്തിൽ നിന്ന്, വാഗ്ദാനത്തിൽ നിന്ന് പരപ്രേരണയാലോ പരസ്പരം ആലോചിച്ചോ നിങ്ങൾക്ക് വേർപിരിയാൻ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങളെ പരസ്യമായി ബോധിപ്പിക്കുകയാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് കൈകൾ വിടാം, തൽസ്ഥാനത്ത് പോയിരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവദാസന്മാർ നിർവഹിക്കും. എന്നെ ക്ഷണിച്ചതിന്, ശ്രദ്ധിച്ചതിന് ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പുതിയ കുടുംബത്തെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമുക്ക് കൈയടിച്ച് അവരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാം.
താങ്ക് യു. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും